അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 2ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നാളെ ഫിഖഹിൻ്റെ പരീക്ഷയാണ്. കുട്ടികളൊന്നും ഇപ്പോഴും ആക്റ്റീവ് ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നണം. കാരണം ഞാൻ 2ാം ക്ലാസ്സിൻ്റെ ഫിഖഹിൻ്റെ റിവിഷൻ വീഡിയോ ചെയ്തിട്ട് രാവിലെ ചെയ്തതാണ്. ഇതുവരെ കൂടുതൽ കുട്ടികളൊന്നും അത് കണ്ടിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. കുട്ടികൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലേ? എന്താണ് നിങ്ങളുടെ ഇഷ്ടം? എന്താണ് നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോ ഇഷ്ടമല്ലേ? എന്താണെന്നൊക്കെ അറിയിക്കട്ടോ. ഏതായാലും നമുക്ക് ഫിഖഹിൻ്റെ നമ്മളെ പുതിയ പുസ്തകത്തിൻ്റെ മോഡൽ ചോദ്യപേപ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് നോക്കാം. ഇതാ റമളാൻ മാസം. ഒന്നാമത്തെ ചോദ്യം റമളാൻ മാസം. ഇപ്പുറത്ത് എന്തൊക്കെയാണ്? 2 ആകുന്നു, 5 സമയം, നോമ്പ് നോൽക്കൽ, ചെയ്യുക, 5 ആകുന്നു, കൊടുക്കുക. ഏതാ വേണ്ടിയത്? നോമ്പ് നോൽക്കുക അല്ലേ? 1 2 മൂന്നാമത്തെ അല്ലേ? റമളാൻ മാസം നോമ്പ് നോൽക്കുക. അടുത്തത് ഷഹാദത്ത് കലിമ. ഷഹാദത്ത് കലിമ എന്താണ്? ഇതാണ് ഉത്തരം അല്ലേ? 2 ആകുന്നു. ഷഹാദത്ത് കലിമ 2 ആകുന്നു. ഇതാണ് ഉത്തരം. അടുത്തത് ഇസ്ലാം കാര്യങ്ങൾ. ഇസ്ലാം കാര്യങ്ങൾ എന്താണ്? 5 ആകുന്നു. ഇതാണ് ഉത്തരം. അടുത്തത് നിസ്കാരം. നിസ്കാരം എന്താ? 5 സമയം അല്ലേ? അടുത്തത് സക്കാത്ത് കൊടുക്കുക. അടുത്ത് നോക്കൂ, ഹജ്ജ്. ഇനി ഏതാ ബാക്കിയുള്ളത്? ഹജ്ജ് ചെയ്യുക. അടുത്തത് നിസ്കാരത്തിൻ്റെ പേരുകൾ കൊണ്ട് കള്ളികൾ നിറക്കാം. അപ്പോൾ 5 നിസ്കാരങ്ങളെ പേര്. അപ്പോൾ 1 2 3 4 5 ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ നിസ്കാരം ഏതാണ്? ളുഹറാണ്. ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബഹ്. ഞാൻ എൻ്റെ റിവിഷൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പിന്നെ 2ാം ക്ലാസ്സിലെ കുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ പഠിക്കുക എന്നുള്ളതാണ് ഉത്തരങ്ങൾ. അപ്പോൾ ഈ ഉത്തരങ്ങളൊക്കെ, നിസ്കാരത്തിൻ്റെ പേരുകളൊക്കെ എഴുതാൻ പഠിക്കുക. അടുത്ത വുളൂഇൽ ചെവി 2ഉം ഒന്നിച്ചു ഡാഷ്. എന്താണ്? തടവുക. തടവുക എങ്ങനെ എഴുതുക പഠിക്കുക. അടുത്ത വുളൂഇൽ ഇടത് കാൽ ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. കഴുകുക എന്ന് എഴുതുമ്പോൾ എങ്ങനെ എഴുതേണ്ടത് പഠിക്കാം. 3 നിസ്കാരം ഏറെ പുണ്യമുള്ള ഇബാദത്താണ്. ഐന വേണ്ടി ഇബാദത്ത് ആണ്. 4 നിസ്കരിക്കുന്നവനെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. ഇഷ്ടമാണെന്ന് എങ്ങനെ എഴുതുക പഠിക്കാം. അടുത്തത് ക്രമത്തിൽ നമ്പർ ഇടാം. ആദ്യത്തെ എന്താണ്? ഇല്ല, അള്ളാഹു, അല്ലാ ഇലാഹ, അഷ്ഹദു. അപ്പോൾ ഇതിലേതാ 1? ഇതാണല്ലേ ലാസ്റ്റത്തെ അഷ്ഹദു. പിന്നെ 2 അല്ലാ ഇലാഹ, 3 ഇല്ല, അള്ളാഹു 4 അല്ലേ? പിന്നെ വഷ്ഹദു 1, അന്ന 2, മുഹമ്മദൻ 3, റസൂലുള്ള 4. മനസ്സിലായില്ലേ? അടുത്തത് വുളു മുറിയുന്ന കാര്യങ്ങൾ. വുളു മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് 2 എഴുതാനാണ്. 4 ഉണ്ട്, അതിൽ നിന്ന് 2 എഴുതാനാണ്. അപ്പോൾ അതിൽ എളുപ്പമുള്ള എഴുതിയാൽ മതി. 4. 1 ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. അത് ചെറുതാണ്, അത് എഴുതാനും സുഖമാണ്, കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അത് പഠിച്ചാൽ മതി. ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. അതേപോലെ തന്നെ അടുത്തത് എന്താ? പിന്നെ മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം തൊടുക. അങ്ങനെ നിങ്ങൾക്ക് എളുപ്പമുള്ളത്. അതുപോലെ വലിയവരായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊടുക. ഏതാണോ 2 എഴുതുക. അടുത്തത് വുളൂ തുടങ്ങുമ്പോൾ കരുതേണ്ട നിയ്യത്ത്. വുളൂവിൽ 2 നിയ്യത്തുണ്ട് അല്ലേ? മുൻകൈ കഴുകുമ്പോഴുള്ള നിയ്യത്ത് എന്താ? അതാണ് ഇവിടെ എഴുതേണ്ടത്. വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു. പിന്നെ വുളൂഇൽ മുഖം കഴുകുമ്പോൾ കരുതേണ്ടത് എന്താണ്? മുഖം കഴുകുമ്പോൾ കരുതേണ്ടത് വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. അടുത്തത് ലാസ്റ്റ് ചോദ്യം പൂരിപ്പിക്കാനാണ്. തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ മുഹമ്മദ് എന്നാ ചേർത്ത് കൊടുക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ട്. അള്ളാഹുവിൻ്റെ അവിടെ ഉണ്ട്. ഇനി എന്താ അവിടെ കൊടുക്കേണ്ടത്?
റസൂൽ റസൂൽ ആണെന്ന് അവിടെ ഉണ്ടല്ലേ, റസൂൽ എന്നവിടെ ചേർക്കുന്നുണ്ട്. ആണെന്ന് ഞാൻ പിന്നെ മനസ്സിൽ ഉറപ്പിച്ചു എന്നവിടെ ഉണ്ട്, വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് 3-ാം ക്ലാസ്സിൻ്റെ ചോദ്യപേപ്പർ. ഇനി നമുക്കിതിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ ആൻസറുകളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ 2ാമത്തെ ചോദ്യം അഥവാ കള്ളികൾ നിസ്കാരത്തിൻ്റെ പേരെഴുതാനുള്ളത് ഇവിടെ ശ്രദ്ധിക്കാം. ളുഹർ, അസ്വർ, മഗ്രിബ്, ഇശാ, സുബഹ്, ഇതാണ് ആ 5 കള്ളികൾ തന്നിരുന്നല്ലോ അവിടെ എഴുതാനുള്ളത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ലോ എഴുതേണ്ടത്, അസ്വർ എങ്ങനെ, ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യണം, കാണാതെ എഴുതി നോക്കണം. അടുത്ത ചോദ്യം എന്തായിരുന്നു? വുളൂഇൽ ചെവി രണ്ടും ഒന്നിച്ചു അവിടെ തടവുക എന്ന് എങ്ങനെ എഴുതാം, അത് നമ്മൾ നോക്കാൻ പോകുന്നത്. കണ്ടോ, ഡ എങ്ങനെ എഴുതുക, ദാല എഴുതിയിട്ട് അടിയിൽ പുള്ളിയിടുക, തടവുക, അവസാനം കാണ്. അടുത്തത് വുളൂഇൽ ഇടതുകാൽ ഞെരിയാണി ഉൾപ്പെടെ കഴുകുക, കഴുകുക എന്നെങ്ങനെ എഴുതുക, ക കഴിഞ്ഞിട്ട് റാ എഴുതിയിട്ട് 3 പുള്ളി, പിന്നെ കൂക്ക, 2 കാഫാണ്, കഴുകൂക്ക എന്നാണ് എഴുതുക, വായിക്കുമ്പോൾ കഴുകുക. പിന്നെ അടുത്ത ചോദ്യം, നിസ്കാരം ഏറെ പുണ്യമുള്ള ഇബാദത്താണ്. അപ്പോൾ ഇബാദത്ത് എന്ന് എങ്ങനെ എഴുതാം, എങ്ങനെ ഇബാദത്ത് എന്ന് എഴുതുക, ഐനാണ്, ഈ അല്ല, അലിഫിൻ്റെ ഈ അല്ല, ഇബാദത്താണ്. പിന്നെ നിസ്കരിക്കുന്നവനെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. എങ്ങനെ ഇഷ്ടം എഴുതുക, ഈ എഴുതിയിട്ട് ഷീനിൻ്റെ താഴെ ഒരു പുള്ളി വേണം, പിന്നെ ദാലിൻ്റെ താഴെ ഒരു പുള്ളി ഇട്ട ഇഷ്ടമാണ്. എഴുതാൻ പഠിക്കണേ, എല്ലാവരും എഴുതാൻ പഠിക്കണേ. പിന്നെ അടുത്ത ചോദ്യം ക്രമത്തിലാക്കാനാണ്, അത് പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല. പിന്നെ 2 എഴുതാമെന്ന്, വുളു മുറിയുന്ന കാര്യങ്ങൾ. അപ്പോൾ വുളു മുറിയുന്ന കാര്യങ്ങൾ എഴുതി തന്നെ പഠിക്കണം നിങ്ങൾ. വുളു മുറിയുന്ന കാര്യങ്ങൾ ഏറ്റവും ചെറുത് എഴുതി പഠിച്ചാൽ മതി. ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. പിന്നെ വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക, അല്ലെങ്കിൽ മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം, ഏതാണ് നിങ്ങൾക്ക് എളുപ്പമുള്ളത് അത് പഠിക്കുക, എഴുതി പഠിക്കുക. അടുത്തത് വുളു തുടങ്ങുമ്പോൾ കരുതേണ്ടത്. അപ്പോൾ വുളുവിൽ 2 നിയ്യത്തുണ്ട്. വുളുവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു, ഞാൻ എങ്ങനെ എഴുതുക, വീട്ടുന്നു എങ്ങനെ എഴുതുക, വുളുവിൻ്റെ എങ്ങനെ എഴുതുക, എല്ലാം പഠിക്കണം. പിന്നെ അടുത്ത വുളു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു, ഇതാണ് 2ാമത്തെ നിയ്യത്ത്, വുളു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. അടുത്ത പൂരിപ്പിക്കാണ്, തീർച്ചയായും ഈ ചോദ്യം, തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂൽ ആണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുന്നു. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക.